തെക്കൻ സിറിയയിലെ ന്യൂനപക്ഷമായ ഡ്രൂസ് വിഭാഗത്തെ ആക്രമിച്ച ഭീകര സംഘടനയ്ക്കെതിരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഡ്രൂസ് വിഭാഗത്തിനെതിരായ നടപടികളിൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമസേന സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ആക്രമണം നടത്തിയത്. തെക്കൻ സിറിയയിലെ ന്യൂനപക്ഷമായ ഡ്രൂസ് വിഭാഗത്തിനെതിരായ നടപടികളിൽ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമസേന സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് സമീപം വ്യോമാക്രമണം നടത്തിയത്. അടുത്തിടെ ഡ്രൂസ് പോരാളികളും സിറിയൻ സർക്കാർ അനുകൂല സേനയും തമ്മിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകളിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഡമാസ്കസിന് സമീപം ഡ്രൂസ് വിഭാഗങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് മാർച്ച് നടത്തരുതെന്ന് സിറിയൻ അധികാരികൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുന്നറിയിപ്പ് നൽകിയതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായത്. പ്രസിഡന്റ് അൽഷാറയുടെ കൊട്ടാരത്തിന് സമീപമുള്ള പ്രദേശത്താണ് തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ ആഴ്ച സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. ഡ്രൂസിനെ സംരക്ഷിക്കാനാണ് മുന്നറിയിപ്പ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗത്തെ സംരക്ഷിക്കുമെന്ന വാഗ്ദാനം പാലിക്കുമെന്നും സിറിയൻ ഭരണകൂടത്തിനുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ഈ ആക്രമണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഡമാസ്കസിന് തെക്ക് നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്നും ഡ്രൂസ് സമൂഹത്തിന് ഒരു അപകടവും വരുത്താൻ അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് സമീപം ലക്ഷ്യമിട്ടത് സിറിയയിലെ പുതിയ നേതൃത്വത്തിനുള്ള ശക്തമായ മുന്നറിയിപ്പായാണ് കണക്കാക്കപ്പെടുന്നത്. സിറിയയിലെ ഡ്രൂസ് ആത്മീയ നേതാവ് ഷെയ്ഖ് ഹിക്മത്ത് അൽ ഹിജ്രി തങ്ങളുടെ സമുദായത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങളെ ന്യായീകരിക്കാനാവാത്ത വംശഹത്യ ആക്രമണം എന്ന് വിശേഷിപ്പിച്ച് സിറിയൻ സർക്കാരിനെ ശക്തമായി വിമർശിച്ചിരുന്നു. ഡിസംബറിൽ അസദ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതിനു ശേഷം ഇസ്രായേൽ സിറിയയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ഡ്രൂസിനെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും സിറിയൻ സൈന്യത്തിന്റെ ആയുധങ്ങൾ പലതും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. 2016 അൽ-ഖ്വയ്ദയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതിനു മുമ്പ് അൽ-ഖ്വയ്ദ കമാൻഡറായിരുന്ന അൽഷാറ ഇടക്കാല സർക്കാർ രൂപീകരിച്ചപ്പോൾ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു. ഇതിനിടെയാണ് രാജ്യത്ത് പല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും ഇസ്രായേലിന്റെ പ്രതികരണം വരുന്നതും. അതേസമയം ആഭ്യന്തര കാര്യങ്ങളിൽ എല്ലാത്തരം വിദേശ ഇടപെടലുകളും നിരാകരിക്കുന്നതായി സിറിയൻ ഭരണകൂടം പ്രഖ്യാപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്.